ഹായ്, ഞാൻ നവാസ്. നമ്മളിന്ന് നോക്കുന്നത് കൺസൾട്ടേഷൻ അപ്പോയിൻമെൻറ്റ് കലണ്ടർ. കുറേ ടൈപ്പ് ബിസിനസ്സിന് എന്ത് ചെയ്യും, കൺസൾട്ടേഷൻ ആവശ്യം വരും. അപ്പോൾ അവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന നമ്മുടെ നൊമാറ്റോൻ്റെ കലണ്ടർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അത് ആർക്കൊക്കെ ഉപകാരപ്പെടും, അത് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്, അതിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ട്, ഈ കാര്യങ്ങളാണ് നമ്മളിന്ന് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കത് ആർക്കൊക്കെ ഉപകാരപ്പെടും എന്നുള്ളത് നോക്കാം. പ്രധാനമായിട്ടും കൺസൾട്ടിങ് ബിസിനസ് മീൻസ് ബിസിനസ് കൺസൾട്ടിങ്, ഫിനാൻഷ്യൽ കൺസൾട്ടിങ്, അതേപോലെ തന്നെ ലോയേഴ്സ്, ഫ്രീലാൻസേഴ്സ്, ട്രെയിനിങ് അല്ലെങ്കിൽ ട്യൂറ്റേഴ്സ്, കോച്ച് കാര്യങ്ങൾ, അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ, ഇങ്ങനെ ആർക്കെങ്കിലും നമുക്ക് കൺസൾട്ടിങ് ബുക്കിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കലണ്ടർ അയച്ചു കൊടുക്കണമെങ്കിൽ അതിനുള്ള ഫീച്ചറാണ്. അപ്പോൾ ഇതേപോലെ ഒരു പ്രൊഫഷണൽ ആയിട്ട് ഒരു 1-to-1 മീറ്റിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് നേരത്തെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന നല്ലൊരു ഫീച്ചറാണ് കലണ്ടർ എന്നുള്ളത്. അപ്പോൾ ഇത് നമ്മളെ സോഫ്റ്റ്വെയറിൽ ഇതേ രീതിയിലാണ് ഉണ്ടാവുക. നമ്മൾ ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ നമ്മളെ ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഇതേപോലെ ഡേറ്റും കാര്യങ്ങളുണ്ടാവും. നമ്മൾ ഏത് ഡേറ്റാണ് നമ്മൾ ഡേറ്റ് സെലക്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, നമുക്ക് ടൈം കിട്ടും. ഈ ടൈമിൽ നമ്മൾ സെലക്ട് ചെയ്ത് കൺഫേം പറയുന്ന സമയത്ത് എന്ത് ചെയ്യും, ബാക്കിയുള്ള ഫോമും കാര്യങ്ങളൊക്കെ ചോദിക്കും. അതേപോലെ തന്നെ നമുക്ക് ഈ കസ്റ്റമർ ഡാറ്റയും കാര്യങ്ങളൊക്കെ നമുക്ക് കളക്ട് ചെയ്യാം. ഇനി നമ്മളിത് ചെയ്യുന്നത് കൊണ്ടുള്ള നമ്മൾക്കുള്ള ബെനിഫിറ്റും കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇത് പ്രധാനമായിട്ടും നമുക്ക് നല്ലൊരു പ്രൊഫഷണൽ രീതിയാണ്. അതേപോലെ തന്നെ കസ്റ്റമർക്കും നമുക്കും വളരെ ഈസിയാണ്. നമുക്ക് ഏത് അവൈലബിലിറ്റി ടൈമിലാണോ ഉള്ളത് നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ അഡ്മിൻ പാനലിൽ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. കസ്റ്റമർക്കും എന്ത് ചെയ്യുക, ഏത് ദിവസം ഏത് ടൈമിലാണോ അവർ അവൈലബിൾ ഉള്ളത് അവർക്ക് അത് ബുക്ക് ചെയ്യാം. അതേപോലെ തന്നെ നമ്മൾ സാധാരണ ഇപ്പോൾ ഇന്നൊരു സമയത്ത് വരണം എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഉണ്ടാവും. ഇതൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് അവോയ്ഡ് ചെയ്യാം. നമുക്ക് ബുക്കിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മൾ കലണ്ടറും കാര്യങ്ങളും അയച്ചു കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർക്ക് ടൈമിനനുസരിച്ച് ചെയ്യാം. നമുക്കും എന്ത് ചെയ്യാം, നമ്മളെ ഫസ്റ്റിൽ നമ്മളെ അവൈലബിലിറ്റി ടൈമിനനുസരിച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് വെച്ചാൽ ആ ടൈമിലേക്കായിരിക്കും കസ്റ്റമർ ബുക്ക് ചെയ്യുന്നുണ്ടാവുക. അതേപോലെ തന്നെ നമുക്ക് ഈ കലണ്ടറിനെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നുകിൽ നമ്മുടെ ലാൻഡിംഗ് പേജിലോ അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിലേക്കോ എന്ത് ചെയ്യാം, നമുക്കിത് സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും. അതല്ല നമുക്ക് വാട്സപ്പിലോ അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ നമ്മുടെ ബാക്കിയുള്ള സോഷ്യൽ മീഡിയ പ്രൊഫൈലിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ലിങ്കായിട്ട് ഇതിനെ ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യും, മുൻകൂട്ടിയിട്ട് ഈ ബുക്കിംഗ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എന്ത് ചെയ്യും, നമുക്ക് ഇതിനെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറ്റും. ഒരുപാട് ടൈം സേവ് ചെയ്യാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു ഓട്ടോമേഷൻ പാർട്ട് ഉണ്ട്. മീൻസ് ആരെങ്കിലും ഒരാൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, കസ്റ്റമർക്കും അതേപോലെ തന്നെ നമുക്കും അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാഫിനൊക്കെ ഇൻഫർമേഷനും കാര്യങ്ങളും ഇതൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നൊമാറ്റോയുടെ കലണ്ടറിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളതെന്നാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കാണിച്ചത് പോലെ തന്നെ കലണ്ടർ വ്യൂ, അതിൽ ടൈം സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ബുക്കിംഗ് ഫോം ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി പേയ്മെൻറ്റ് ഓപ്ഷനും കൊടുക്കാം. മീൻസ് ഫസ്റ്റിൽ പേയ്മെൻറ്റ് തന്നിട്ടോ അല്ലെങ്കിൽ കലണ്ടർ ബുക്കിംഗ് ചെയ്തതിന് ശേഷം പേയ്മെൻറ്റിൻ്റെ ഓപ്ഷനോ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ കൺഫർമേഷൻ, മീൻസ് ഒരു കസ്റ്റമർ ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ബുക്കിംഗ് കൺഫേം ആണെന്ന് പറഞ്ഞിട്ട് കസ്റ്റമർക്ക് മെസ്സേജ് അയക്കാം. അതേപോലെ തന്നെ നമ്മൾ ഇന്റേണൽ സ്റ്റാഫ് ഉണ്ടെങ്കിൽ അവർക്ക് മെയിലോ മെസ്സേജോ കാര്യങ്ങളൊക്കെ നമുക്ക് അയക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ റിമൈൻഡേഴ്സ് ചെയ്യാൻ വേണ്ടി പറ്റും. മീൻസ് ഇപ്പോൾ നാളെ രാവിലെയാണ്, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ദിവസം മുന്നേ മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ 4 hours മുന്നേ മെസ്സേജ് അയക്കാം. അതുപോലെ തന്നെ 30 minutes മുന്നേ നമുക്ക് റിമൈൻഡേഴ്സും കാര്യങ്ങളൊക്കെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതിൻ്റെ ഓട്ടോമേഷൻ പാർട്ടാണ് നമ്മൾ പറഞ്ഞത്. കസ്റ്റമർക്കും ഇന്റേണലായിട്ട് മെസ്സേജ് അയക്കാം, റിമൈൻഡർ അയക്കാം. അതേപോലെ തന്നെ ഞാൻ റീഷെഡ്യൂൾ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം, അത് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നമുക്കൊരു താങ്ക്സ് പേജ് ക്രിയേറ്റ് ചെയ്യാം. മീൻസ് ബുക്കിംഗ് കൺഫർമേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അവർക്കൊരു താങ്ക്സ് പേജ് ക്രിയേറ്റ് ചെയ്യാം. അതേപോലെ തന്നെ ബുക്കിംഗ് ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് എന്ത് ചെയ്യുക, കോൺടാക്റ്റ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുക അല്ലെങ്കിൽ ടാഗ് ആഡ് ചെയ്യുക, കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ നമുക്ക് ഇനി ബുക്കിംഗ് അപ്പോയിൻമെൻറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവർ ഫോളോ അപ്പോ കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ അതും നമ്മുടെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു കലണ്ടറിനെ കുറിച്ചിട്ടും ഈ ഒരു സോഫ്റ്റ്വെയറിനെ കുറിച്ചും കൂടുതലായിട്ട് അറിയണമെങ്കിൽ നിങ്ങൾ യെസ് എന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് അയച്ചു തരാം. താങ്ക് യു.